ബ്രഹ്മകുമാരീസ് കാഴ്ചവെക്കുന്ന രാജയോഗത്തിന്റെ അടിസ്ഥാന തത്വങ്ങളടങ്ങിയ ഈ അവതരണത്തിലേക്ക് ഹൃദയംഗമമായ സ്വാഗതം. അതിപ്രാചീന കാലം മുതൽക്കേ മാനവരാശിയെ സംബന്ധിച്ച ചില ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരവുമായ ഉത്തരം നൽകുന്നതാണ് ഈ ആവിഷ്കാരം. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? മാനവചേതന എന്താണ്? നമ്മുടെ സത്യമായ പരിചയം എന്താണ്? ആ സത്യത്തിലേക്ക് എപ്രകാരം എത്തിച്ചേരുവാൻ സാധിക്കും? അഥവാ അതിൻ്റെ യഥാർത്ഥ പരിചയം എങ്ങനെ പ്രാപ്തമാക്കാം? വരൂ, നമുക്കൊത്തൊരുമിച്ച് ഇതിൻ്റെ ഒരു അന്വേഷണ യാത്ര നടത്താം. ദർപ്പണത്തിൽ സ്വയത്തെ വീക്ഷിക്കുന്ന ഒരുവന് സ്വാഭാവികമായും തന്റെ പ്രതിബിംബമായിരിക്കും ദൃശ്യമാവുക. അയാൾക്ക് തന്റെ ബാഹ്യരൂപമായിരിക്കും കാണപ്പെടുക. വാസ്തവത്തിൽ ജീവിതകാലം മുഴുവൻ കാണപ്പെടുന്നതെന്തും സമ്പൂർണ്ണ സത്യമാകണമെന്നില്ല. സ്വയത്തെ സമ്പൂർണമായും മനസ്സിലാക്കുവാൻ തന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഊഴിയിടേണ്ടതുണ്ട്. മനുഷ്യൻ രണ്ടു ഭാഗങ്ങളുടെ സമ്മിളിത രൂപമാണെന്ന് വിശ്വധർമ്മങ്ങളെല്ലാം സമ്മതിക്കുന്നു. ഒന്ന് പ്രകൃതി, മറ്റൊന്ന് പുരുഷൻ അഥവാ ആത്മാവ്. പ്രകൃതിയെ സ്ഥൂല നേത്രങ്ങളാൽ കാണാനാകും. എന്നാൽ പുരുഷൻ അഥവാ ആത്മാവ് ഒരു അദൃശ്യ തത്വമാണ്. സ്ഥൂല നേത്രങ്ങളാൽ കാണുക സാധ്യമല്ല. അതിന്റെ സമ്പൂർണവും യഥാർത്ഥവുമായ ജ്ഞാനം ആരുടെയും പക്കലില്ല. രാജയോഗത്തിൽ ആത്മാവിനെ ശരീരത്തെ ചലിപ്പിക്കുന്ന ചൈതന്യശക്തിയായ അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദുവായി കാണിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അധികം സമസ്യകളും ഉൽപ്പന്നമാകുന്നതിന് കാരണം നാം സ്വന്തം വാസ്തവിക രൂപത്തെ മറക്കുകയും പൂർണ്ണമായും ബാഹ്യലോകത്തിൽ ലീനമാകുന്നതും കൊണ്ടാണ്. എന്നാൽ ഈ ബാഹ്യലോകമോ തികച്ചും അസ്തിത്വരഹിതവും മൃഗതൃഷ്ണയാൽ നിറഞ്ഞതുമാണ്. തന്റെ യഥാർത്ഥ പരിചയം ലഭിക്കുമ്പോൾ തന്നെ അന്യരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ സ്വാഭാവികമായും മാറ്റമുണ്ടാകുന്നു. ആത്മാവിന്റെ തിരിച്ചറിവ് ലഭിക്കുന്നതിലൂടെ നാം ജാതിയുടെയും ഭാഷയുടെയും ദേശത്തിന്റെയും അങ്ങനെ എല്ലാ പരിധിയിൽ നിന്നും പുറത്തുവരുന്നു. ദേഹത്തിന്റെ ധർമ്മത്തിൽ അധിഷ്ഠിതമായി സ്വയം ഹിന്ദുവെന്നോ മുസൽമാനെന്നോ സിഖെന്നോ ക്രൈസ്തവനെന്നോ കാണാതെ ആത്മാവിന്റെ ബന്ധത്തിൽ പരസ്പരം സഹോദരങ്ങളായി വസുദൈവ കുടുംബകം എന്ന ഭാവം മനസ്സിൽ ഉണരുന്നു. രാജയോഗമെന്ന മാധ്യമത്തിലൂടെ ഈ കാര്യങ്ങളെ പ്രായോഗിക രൂപത്തിൽ അനുഭവിക്കുവാനും ജീവിതത്തിൽ ഒരു അഭൂതപൂർവമായ പരിവർത്തനമുണ്ടാക്കുവാനും സാധിക്കും. ആത്മാവിന്റെ ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും യഥാർത്ഥ തിരിച്ചറിവ് നേടിക്കഴിയുമ്പോൾ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും കഴിവുകളും വിശേഷതകളും ഉണർത്തപ്പെടും. ഈ മാധ്യമത്തിലൂടെ യഥാർത്ഥ സുഖത്തിന്റെയും ശാന്തിയുടെയും സ്നേഹത്തിന്റെയും ആനന്ദത്തിന്റെയും സമൃദ്ധിയുടെയും സഹജമായ അനുഭവമുണ്ടാകുന്നു. ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതോരോ മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ഗുണങ്ങളാണ്. അതിനാൽ എല്ലാ ദിവസവും അനേകം തവണ ഈ സ്മൃതി ഉണർത്തൂ. ഞാൻ ഒരു ശാന്ത സ്വരൂപ ആത്മാവാണ്. നമ്മളെല്ലാം ആത്മാക്കളാണെന്ന കാര്യം ഇപ്പോൾ വരേക്കും സ്പഷ്ടമായി കഴിഞ്ഞു. ഈ നവീനമായ ഉത്തരങ്ങൾ അനേകാനേകം പുതിയ ചോദ്യങ്ങൾക്ക് ജന്മം നൽകുന്നു. നമുക്കറിയാം, നമ്മൾ ശുദ്ധവും ശാന്തവും അവിനാശിയുമായിട്ടുള്ള ഒരു ആത്മാവാണ്. എന്നാൽ ചോദ്യം ഉദിക്കുന്നു, നമ്മൾ ആത്മാക്കൾ എവിടെ നിന്നാണ് ഈ സൃഷ്ടിയിലേക്ക് വരുന്നത്? ഈ വിശ്വനാടകം പൂർത്തിയാകുമ്പോൾ എവിടേക്ക് പോകും? നമ്മുടെ അസ്തിത്വത്തിൻ്റെ ആവർത്തനത്തിൻ്റെ രഹസ്യം എന്താണ്?
സ്വയത്തെ പൂർണ്ണരൂപത്തിൽ അറിയുന്നതിനായി തന്റെ തന്നെ ഉള്ളിലേക്ക് നോക്കേണ്ടത് അനിവാര്യമായതുപോലെ തന്റെ വാസ്തവിക ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനം പ്രാപ്തമാക്കുന്നതിനു വേണ്ടി ഈ ലോകത്തിനുപരിയായി പോകേണ്ടതും അനിവാര്യമാണ്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ലോകത്തെക്കുറിച്ച് ഇന്നത്തെ ശാസ്ത്രജ്ഞാനം വളരെ കൂടുതൽ അറിവ് തന്നിട്ടുണ്ട്. എന്നാൽ ഈ ലോകത്തിനുപരിയായി വിജ്ഞാനത്തിന് കടന്നു ചെല്ലാൻ സാധിക്കാത്തതായ ഒരു ലോകം വേറെയുമുണ്ട്. അതിനെക്കുറിച്ച് മനസ്സ്, ബുദ്ധി ഇവയുടെ സഹായത്താൽ അറിയാനാകുന്നു, അല്ലെങ്കിൽ അതിനെ കാണുവാൻ സാധിക്കുന്നു. എന്തെന്നാൽ മനസ്സ് ഒരു കഠിനമായ പ്രക്രിയയല്ല, മറിച്ച് അതിസരളമാണ്. ഇതാകട്ടെ വെറും സ്മൃതിയുടെ കാര്യം മാത്രമാണ്. നാം എപ്പോഴാണോ ആത്മലോകത്തിലായിരുന്നത്, ആ ഗഹനമായ ശാന്തിയുടെ അവസ്ഥയിലായിരുന്നു. ഈ സ്മൃതി തന്നെയാണ് യോഗം. ആത്മാവ് തന്റെ മൂലസ്വരൂപത്തിൽ ഒരു ഊർജമാണ്, ജ്യോതികണമാണ്. ഈ സ്വരൂപത്തിൽ ഗഹനമായ ശാന്തിയുമുണ്ടായിരിക്കും. ഈ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ദേഹത്തിലിരിക്കുമ്പോൾ തന്നെ ആ ഗഹനമായ ശാന്തിയുടെ അനുഭവം ചെയ്യുവാൻ സാധിക്കും. ബഹിരാകാശയാത്രികർ മിക്കവാറും അന്തരീക്ഷത്തിന്റെ ശാന്തിയുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നു. എന്നാൽ ആ നിരാകാരി ലോകത്തിലെ ശാന്തി അതിനേക്കാൾ വളരെയധികം ആനന്ദപ്രദമാണ്. ആഗ്രഹിക്കുമ്പോഴൊക്കെ ആ ശാന്തിയുടെ ലോകത്തേക്ക് യാത്ര ചെയ്ത് സ്വയത്തെ ആ അഗാധമായ ശാന്തിയാൽ നിറയ്ക്കുവാൻ സാധിക്കുന്നു. സദാ ഈ സ്മൃതി ഉണ്ടാവണം. നമ്മൾ ആത്മാക്കളുടെ വീട് സുവർണ ചുവപ്പ് നിറമുള്ളതാണ്. അവിടം സർവത്ര ശാന്തിയാൽ പൂരിതവുമാണ്. നമുക്ക് ശരീരത്തിലൂടെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ തന്റെ സങ്കല്പ ശക്തിയിലൂടെ ആത്മാക്കളുടെ നിവാസസ്ഥാനമായ ആ ശാന്തവും തേജോമയവും സുവർണ ചുവപ്പ് പ്രകാശമയവുമായ ലോകത്തേക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു. ആത്മാവ് ജന്മജന്മാന്തരങ്ങളിലേക്ക് ഏതൊരു പരമദിവ്യ സ്രോതസ്സിൽ നിന്നാണോ സമസ്ത ശക്തികളും ഗുണങ്ങളും പ്രാപ്തമാക്കിയിരുന്നത്, ആ ഒരു കാര്യം നാം മറന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ പല പേരിലും വിളിക്കുന്നുണ്ട്. ഈശ്വരൻ, പരമാത്മാവ്, യഹോവ, അല്ലാഹു, ശിവൻ എന്നിങ്ങനെ. നിങ്ങൾ പള്ളിയും ഗുരുദ്വാരയും മന്ദിരവും മസ്ജിദും മൂർത്തികളും എനിക്കു വേണ്ടി നിർമ്മിച്ചു. എന്റെ പേരിൽ എത്ര യുദ്ധങ്ങൾ ചെയ്തു, എനിക്കായി എത്ര ബലികൾ അർപ്പിച്ചിരിക്കുന്നു.
കണകണങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ സർവവ്യാപിയാക്കി. സംഘർഷത്തിന്റെയും ദുഃഖത്തിന്റെയും സമയത്ത് നിങ്ങൾ എന്നെ ഓർമ്മിക്കുന്നു. സുഖത്തിന്റെ ദിനങ്ങളിൽ വിസ്മരിക്കുന്നു. നിങ്ങൾ ജന്മജന്മാന്തരങ്ങളായി ദേവരൂപത്തിൽ എന്റെ പൂജ ചെയ്തു, എന്നിട്ടും എന്നെ അറിഞ്ഞില്ല. ഗുരുക്കന്മാരും സന്യാസികളും എന്നിലേക്കുള്ള വഴികാട്ടുന്നതിനു വേണ്ടി പ്രയത്നിച്ചു, എന്നാൽ ആർക്കും ഞാൻ പ്രാപ്തമായില്ല. ഞാൻ തന്നെ നിങ്ങളുടെ അമ്മയും അച്ഛനുമാകുന്നു. എന്നിലൂടെ നിങ്ങൾക്ക് സർവവും അനുഭവിക്കാൻ കഴിയും. നിങ്ങളെപ്പോലെ ഞാൻ ഒരിക്കലും ജന്മമെടുക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ ഒരു ജ്യോതിയാണ്. എന്റെ സ്വരൂപം അതിസൂക്ഷ്മ ബിന്ദുവിന് സമാനമാണ്. അതിനെ ഈ സ്ഥൂല നേത്രങ്ങളാൽ കാണാൻ സാധ്യമല്ല. നിങ്ങൾ എന്നെപ്പോലെ തന്നെ അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദുക്കളാണ്. എന്റെ നിവാസസ്ഥാനം ശാന്തിധാമമാണ്. അവിടെ സർവത്ര ശാന്തിയാണ്. ഒരു സമയത്ത് നിങ്ങളേവരും എന്നോടൊപ്പം ആ സുവർണ ലോകത്തിൽ നിവസിച്ചിരുന്നു. പിന്നീട് അവിടെ നിന്നും വന്ന് ഈ സ്ഥൂല ലോകത്തിൽ ശരീരം ധരിക്കുകയും ചെയ്തു. അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതകഥ ആരംഭിക്കുകയായി. കാലം കടന്നുപോയതോടുകൂടി നിങ്ങൾ എന്നെയും സ്വന്തം വീടിനെയും വിസ്മരിച്ചുപോയി. ഞാനിപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് സമയത്തിന്റെ മഹത്വവും രഹസ്യവും പകർന്നു തരുന്നതിനു വേണ്ടി. ഞാൻ പരമാത്മാവുമായി നമുക്ക് അവിനാശിയായ സംബന്ധമാണുള്ളത്. എന്നാൽ ആ അവിനാശി സംബന്ധത്തിന്റെ അനുഭവം എങ്ങനെ ചെയ്യാം? വന്നാലും ഇപ്പോൾ നിങ്ങളെ പുനർജന്മത്തിന്റെ ഗുഹ്യ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോകാം. അതിലൂടെ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് പുതിയൊരു ശരീരം എങ്ങനെ ധരിക്കുന്നുവെന്ന് കാണാം. നമ്മൾ ആത്മാക്കൾ അവിനാശിയാണ്. എന്നാൽ ഭൗതിക ശരീരത്തിലൂടെ നമ്മൾ സ്വയത്തെ വ്യക്തമാക്കുകയും ഈ ബാഹ്യലോകത്തിന്റെ അനുഭൂതി ചെയ്യുകയും ചെയ്യുന്നു. മനുഷ്യജീവിതം അനേകം അനുഭവങ്ങളാൽ നിറഞ്ഞതാണ്. എന്നിട്ടും നമ്മുടെ മുന്നിൽ പുതിയതും രഹസ്യാത്മകവുമായ ഒരുപാട് ചോദ്യങ്ങൾ സമയാനുസരണം ഉയർന്നു വരാറുണ്ട്. പുനർജന്മത്തിന്റെ അറിവിലൂടെ ഇത്തരം അനേകം നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുന്നു. ചില കുട്ടികൾ ജന്മന ഏതെങ്കിലും വിശേഷ കലയിൽ നിപുണരായി കാണാറുണ്ട്. അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ അവരുമായി നമുക്ക് മുൻപരിചയമുള്ളതായി തോന്നാറുണ്ട്. ഇപ്രകാരമുള്ള തെളിവുകൾ അല്ലെങ്കിൽ വിചാരങ്ങൾ നമ്മെ നമ്മുടെ പൂർവ്വകാലത്തിലേക്ക് വഴികാട്ടുന്നതാണ്. വിജ്ഞാനത്തിന്റെ അനുമാനമനുസരിച്ച് ഊർജം നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. അതുപോലെ തന്നെ ആത്മാവും ഒരു ഊർജമാണ്. അതിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. വാസ്തവത്തിൽ ആത്മാവ് ഒരു അവിനാശിയായ ആധ്യാത്മിക ഊർജമാണ്. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. എന്നാൽ അതിന്റെ സ്വരൂപം മാറുന്നുണ്ട്. എങ്ങനെയാണോ മാങ്ങയുടെ വിത്തിൽ നിന്നും മാവ് തന്നെ ഉണ്ടാകുന്നത്, അതുപോലെ മനുഷ്യബീജത്തിൽ നിന്നും മനുഷ്യന്റെ തന്നെ രചനയായിരിക്കും ഉണ്ടാവുക. അതായത് മനുഷ്യാത്മാവ് മനുഷ്യാത്മാവായിട്ട് തന്നെയായിരിക്കും മാറുക.
യഥാർത്ഥത്തിൽ ഒരാത്മാവും ഒരിക്കലും മരിക്കുന്നില്ല. എന്നാൽ തന്റെ പൂർവജന്മങ്ങളിലെ ബാധ്യതകളെ ഇല്ലാതാക്കുവാൻ അഥവാ തന്റെ ഇച്ഛകളെ പൂർത്തീകരിക്കുവാൻ വീണ്ടും വീണ്ടും ജന്മമെടുത്തുകൊണ്ടേയിരിക്കുന്നു. പുനർജന്മത്തിന്റെ മേലുള്ള നിശ്ചയം വർത്തമാന ജീവിത സംഘർഷങ്ങളെ പരിഹരിക്കുന്നതിനും കഴിഞ്ഞുപോയ കാര്യങ്ങളെ സഹജമായി സ്വീകരിക്കുന്നതിനുമുള്ള ശക്തി നമുക്ക് നൽകുന്നു. മാനസിക സമ്മർദ്ദത്തെ ഇല്ലാതാക്കി നമുക്ക് സ്വാതന്ത്ര്യവും വിശാല വീക്ഷണവും പ്രദാനം ചെയ്യുന്നു. സദാ ഓർമ്മിക്കൂ, ആരും യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല, മരിക്കുകയുമില്ല. ഓരോരുത്തരും പുതിയ ഭാഗം അഭിനയിക്കുന്നതിനു വേണ്ടി കേവലം തന്റെ വസ്ത്രത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ആത്മാവ് തന്റെ ഭൗതിക ദേഹത്തിന്റെ മാധ്യമത്തിലൂടെ സകാരാത്മകവും നകാരാത്മകവും ഉപയോഗപ്രദവും വ്യർത്ഥവും നിസ്സാരവും ഇങ്ങനെ പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. കൂടാതെ നമുക്കറിയാം, ഓരോ ക്രിയയ്ക്കും സമാനവും വിപരീതവുമായ പ്രതിക്രിയ തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് വന്നാലും നമുക്ക് കർമ്മത്തിന്റെ ഗുഹ്യഗതി, അതായത് ക്രിയയുടെയും പ്രതിക്രിയയുടെയും ആധ്യാത്മിക രഹസ്യത്തിന്റെ മേൽ ഒരു വീക്ഷണം നടത്താം. ഇന്നത്തെ ചിന്താധാരയനുസരിച്ച് മനുഷ്യൻ തന്റെ ദൗർഭാഗ്യത്തിനു കാരണം മറ്റുള്ളവരാണെന്ന് ആരോപിക്കുന്നു. എന്നാൽ കർമ്മസിദ്ധാന്തം ക്രിയാപ്രതിക്രിയാ സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ലതും ചീത്തയുമായ സംഭവങ്ങൾക്ക് കാരണം എന്താണെന്നും സ്വന്തം ജീവിതത്തെ ശ്രേഷ്ഠവും നിർവിഘ്നമാക്കുന്നതിനും വേണ്ടി നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്നും സ്പഷ്ടമാക്കുന്നു. ഓരോ ക്രിയയ്ക്കും സമാനവും വിപരീതവുമായ പ്രതിക്രിയ ഉണ്ടാകുമെന്ന് ന്യൂട്ടന്റെ മൂന്നാം സിദ്ധാന്തം പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തു വിതയ്ക്കുന്നുവോ അതുതന്നെ കൊയ്യുമെന്ന് ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്. ചീത്തയായ കർമ്മം ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായും ഒരു ദിവസം ആ കർമ്മം നമ്മുടെ മേൽ ദൂഷിത പ്രഭാവം ചെലുത്തും. ശ്രേഷ്ഠകർമ്മത്തിന്റെ പരിണാമം ശ്രേഷ്ഠവും ചീത്തയായ കർമ്മത്തിന്റെ പരിണാമം ചീത്തയുമായിരിക്കും. കർമ്മസിദ്ധാന്തത്തെ പൂർണ്ണമായും മനസ്സിലാക്കുന്നതിനു വേണ്ടി പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ജന്മത്തിലെ നല്ലതും ചീത്തയുമായ കർമ്മഫലങ്ങൾ തീർച്ചയായും അടുത്ത ജന്മത്തിലും നമ്മോടൊപ്പമുണ്ടാകും. വാസ്തവത്തിൽ നാം നേരിടുന്നതെന്തും നമ്മുടെ പൂർവജന്മങ്ങളിലെ കർമ്മഫലം തന്നെയാണ്. എന്നാൽ ക്രിയാപ്രതിക്രിയാ സിദ്ധാന്തം ബോധ്യമാകുന്നതിൽ കൂടി തന്റെ ദൗർഭാഗ്യത്തിന് കാരണം മറ്റുള്ളവരാണെന്ന് ആരോപിക്കുന്നതിനു പകരം ഉള്ളറിഞ്ഞ് സ്വയം തന്റെ തെറ്റുകളെ സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു പല രഹസ്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ചില വ്യക്തികൾ ജന്മന ധനികരും ആരോഗ്യവാന്മാരും അതേസമയം മറ്റു ചിലർ നിർധനരും രോഗികളുമായിരിക്കുന്നതെന്തുകൊണ്ട്? കർമ്മസിദ്ധാന്തത്തിന്റെ ജ്ഞാനം നമ്മുടെ പൂർവജന്മങ്ങളിലെ പാപകർമ്മത്തിന്റെ ഫലങ്ങൾ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുകയും ഭാവിയിൽ
ശ്രേഷ്ഠകർമ്മം ചെയ്യുന്നതിനു വേണ്ട ശക്തമായ പ്രേരണ നൽകുകയും ചെയ്യുന്നു. ഇപ്പോൾ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം തന്നെയായിരിക്കും നമുക്ക് ഭാവിയിൽ പ്രാപ്തമാവുക. നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും നാം പ്രസന്നരായിത്തീരാറുണ്ട്. എന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന മോശമായ കാര്യങ്ങളെ എങ്ങനെ പരിവർത്തനം ചെയ്യുവാൻ സാധിക്കും? രാജയോഗത്തിന്റെ അഭ്യാസിയാകുന്നതിൽ കൂടി ചില വിശേഷ ശക്തികളെ ധാരണ ചെയ്തുകൊണ്ട് തൻ്റെ കർമ്മങ്ങളെ എങ്ങനെ പരിവർത്തനം ചെയ്യാമെന്നുള്ള അറിവ് ലഭിക്കുന്നു. കർമ്മങ്ങളുടെ പരിവർത്തനം തന്നെയാണ് നമ്മുടെ ഭാഗ്യത്തിന്റെ പരിവർത്തനത്തിന് ആധാരം. നമ്മൾ ഗുണങ്ങളും ശക്തികളും നേടുന്നതിനു വേണ്ടി ദേവീ ദേവതകളുടെ പൂജ ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതം ഈ ദേവീ ദേവതകളെപ്പോലെ ശക്തി സമ്പന്നവും സുന്ദരവുമായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ആയിത്തീരുവാൻ പരിശ്രമിക്കുന്നതിനു പകരം കേവലം അവരുടെ മഹിമ പാടി സന്തുഷ്ടരായിത്തീരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്നാൽ രാജയോഗത്തിലൂടെ നമ്മുടെ നഷ്ടപ്പെട്ട എല്ലാ ശക്തികളും സഹജമായി പ്രാപ്തമാകുന്നു. നമ്മുടെ ഉന്നതിക്ക് മുഖ്യമായും നമ്മിലെ അഷ്ടശക്തികൾ തന്നെയാണ് ആധാരം. ഇതിലാദ്യത്തേതാണ് വേർതിരിച്ചറിയുന്നതിനുള്ള ശക്തി. ഇത് നമ്മുടെ ഉള്ളിൽ സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിലുള്ള അന്തരത്തെ അറിയുന്നതിനുള്ള ശക്തിയാണ്. രണ്ടാമത്തേതാണ് നിർണയിക്കുന്നതിനുള്ള ശക്തി. ആത്മാവ് തന്റെ ശക്തികളെയും ദൗർബല്യങ്ങളെയും ബുദ്ധിയിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിനായി നിർണയമെടുക്കുന്നതിനുള്ള ശക്തിയാണിത്. മൂന്നാമത്തേതാണ് വിസ്താരത്തെ സാരമാക്കുന്നതിനുള്ള ശക്തി. വിഷമ പരിതസ്ഥിതികളിൽ തന്റെ കർമ്മേന്ദ്രിയങ്ങളെ ഒതുക്കുക. ഇത് ആത്മാവിന്റെ മൂന്നാമത്തെ ശക്തിയാണ്. നാലാമത്തെ ശക്തിയാണ് സഹനശക്തി. പരിതസ്ഥിതികൾ മനുഷ്യന്റെ എല്ലാ സന്തോഷവും അപഹരിക്കുന്നു. കൂടാതെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ അന്ധകാരവും നിറയ്ക്കുന്നു. എന്നാൽ തന്റെ സഹനശക്തിയുടെ ബലത്തിലൂടെ മനുഷ്യൻ പരിതസ്ഥിതികളെ ഒരു കളി പോലെ വീക്ഷിക്കുകയും ദുഃഖത്തെ സുഖത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയും ചെയ്യുന്നു. അഞ്ചാമത്തെ ശക്തിയാണ് നേരിടുന്നതിനുള്ള ശക്തി. ജീവിതത്തിൽ ഉന്നതിയുടെ മാർഗത്തിൽ വിഘ്നമുണ്ടാക്കുന്ന സമസ്യകളെ സരളമായി നേരിടുന്നതിനുള്ള ആത്മാവിന്റെ മുഖ്യമായ ആന്തരിക ശക്തിയാണിത്. ഇതിലൂടെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചിലുകളിൽ ഭയപ്പെടാതെ അതിനെ ക്ഷമയോടും സാഹസത്തോടും കൂടി നേരിടുവാനും സാധിക്കുന്നു. ആറാമത്തെ ശക്തിയാണ് ഉൾക്കൊള്ളുന്നതിനുള്ള ശക്തി. ഈ ശക്തിയിലൂടെ ആത്മാവ് സർവരിലെയും ദൗർബല്യങ്ങളെയും കുറവുകളെയും സാഗരത്തിനു സമാനം സ്വയം ഉൾക്കൊള്ളുന്നു. സാഗരം സമസ്ത നദികളെയും സ്വയം ഉൾക്കൊണ്ടും ശാന്തമായിരിക്കുന്നു. അതുപോലെ ആത്മാവും അന്യരിലെ അവഗുണങ്ങളെ ഉള്ളിലൊതുക്കി ശാന്തവും ശുഭചിന്തകളും നിറഞ്ഞതാകുന്നു. ഏഴാമത്തേതാണ് ഒതുക്കുന്നതിനുള്ള ശക്തി. ഈ ശക്തിയിലൂടെ ആത്മാവ് വളരെ സുശക്തമായി തീരുന്നു.
തന്റെ വിചാരങ്ങളുടെ വിസ്താരത്തെ ഒതുക്കുന്നതിനും കഴിഞ്ഞുപോയ കാര്യങ്ങളുടെ പ്രഭാവത്തിൽ നിന്നും മുക്തമായിരിക്കുന്നതിനും സഹായിക്കുന്നു. അതിനെ മറക്കുന്നതിനുമുള്ള ശക്തി പ്രാപ്തമാക്കുന്നു. എട്ടാമത്തെ ശക്തിയാണ് സഹയോഗത്തിന്റെ ശക്തി. സഹയോഗത്തിന്റെ ശക്തിയിലൂടെ എത്ര വലിയ കാര്യവും സരളമായിത്തീരുന്നു. രാജയോഗത്തിന്റെ അഭ്യാസത്തിലൂടെ ഈ അഷ്ടശക്തികളും സരളമായി പ്രാപ്തമാക്കാൻ കഴിയും. കൂടാതെ നമ്മുടെ ജീവിതം ശക്തിമത്താക്കുവാനും സാധിക്കും. പരമാത്മാവ് നമുക്ക് സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ നൽകിയിരുന്ന ഈ ശക്തികളെല്ലാം തന്നെ വീണ്ടും രാജയോഗത്തിലൂടെ പ്രാപ്തമാക്കാൻ സാധ്യമാണ്. ഈ ശക്തികളുടെ ആധാരമാണ് രാജയോഗം. ഇത് ഉണർത്തപ്പെട്ട ആത്മാവും പരമാത്മാവും തമ്മിലുള്ള സുന്ദരവും സഹജവും സൂക്ഷ്മവും ശക്തിശാലിയുമായ സംബന്ധമാണ്. രാജയോഗത്തിന്റെ അനുവർത്തിയാകുന്നതിലൂടെ നാം പാപകർമ്മം ചെയ്യുന്നതിൽ നിന്നും മുക്തമാക്കപ്പെടുന്നു. അതുകൊണ്ട് വരൂ, ഇപ്പോൾ അങ്ങനെയുള്ള ഈശ്വരീയ സ്മൃതിയാകുന്ന യാത്രയുടെ ആനന്ദം നുകരാം. സത്യത്തിന്റെയും പവിത്ര ജ്ഞാനത്തിന്റെയും അനുഭൂതിയാണ് യോഗം. ഞാൻ ഒരു ആത്മാവാണ്, അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദുവാണ്. ആത്മാവായ എൻ്റെ പിതാവും എന്നെപ്പോലെ തന്നെയാണ്, എന്നാൽ പരമവും അനന്തവുമാണ്. ആത്മാവിന് പരമാത്മാവുമായുള്ള മാനസിക സംബന്ധമാണ് സർവോത്തമമായ മാനസികാവസ്ഥ. ഈ അവസ്ഥയിലൂടെ ആത്മാവ് സ്വയം ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സാഗരത്തിൽ ലയിക്കുന്ന അനുഭവമുണ്ടാക്കുന്നു. യോഗമെന്ന ശബ്ദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കഠിനമായി തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ യോഗമെന്നാൽ ഓർമ്മയാണ്. ആത്മാവ് തന്റെ പരമപിതാവിനെ സത്യമായ മനസ്സോടുകൂടി ഓർമ്മിക്കുന്നു.
ആവശ്യമാണ്. തത്പരരായ എല്ലാ സഹോദരങ്ങൾക്കും ബ്രഹ്മകുമാരീസ് സേവാ കേന്ദ്രം ഈ രാജയോഗ ശിക്ഷണം സൗജന്യമായി പ്രദാനം ചെയ്യുന്നു. നന്ദി.